ഇരകളുടെ മാന്യത നമുക്ക് മനസ്സിലാവും, അതിന്റെ സ്വകാര്യതയും മാന്യതയും നമ്മൾ ഉൾക്കൊള്ളുന്നു. അതേസമയത്ത് വേട്ടക്കാരെ പുറത്തേക്ക് അവർക്കെതിരെ എന്ത് നടപടി എടുക്കണം എന്നുള്ളത് സർക്കാരാണ് വ്യക്തമാക്കേണ്ടത്. അത് വ്യക്തമാക്കിയേ പറ്റൂ ഇക്കാര്യം. വേട്ടക്കാരുടെ പേരുകളെല്ലാം പുറത്തു വരണം. പേരുകൾ പുറത്ത് അവർക്കെതിരെ എന്ത് നടപടികൾ, ആദ്യത്തെ ക്ലീനിങ് അവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. ഈ പേജ് 70 പേജുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇങ്ങനെ തല എണ്ണി ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് നിയമത്തെ അഭിമുഖീകരിക്കും. ഇവർക്ക് എന്താ നിയമം? അപ്പൊ ഈ ജയിലിൽ കിടക്കുന്നവരും കൊലപാതകികളും ക്രിമിനൽസുമായ ആർക്കും അവരുടെ സ്വകാര്യത മാനിക്കണം എന്ന് പറയേണ്ടി വരും. ഇനി വേറെ ആരെങ്കിലും 15 പേരാണ് ഈ മലയാള സിനിമ നിയന്ത്രിക്കുന്നത്, ഇൻഡസ്ട്രി മൊത്തത്തിൽ നിയന്ത്രിക്കുന്നതെന്നാണ് ഹേമ കമ്മിറ്റി പോലും പറയുന്നത്. ഇതിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ എങ്ങനെ ആ ഒരു പരാമർശത്തെ കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഹേമ കമ്മിറ്റി ഒന്ന് തിലകൻ ചേട്ടന്റെ ആത്മാവാണോ സംശയമുണ്ട്. അദ്ദേഹം തിരിച്ചു വന്നതുപോലെ ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ. കാരണം അദ്ദേഹം ഇത് വളരെ മുന്നേ വിരൽ ചൂണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള കുറച്ചൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, കൃത്യമായ എണ്ണം വരെ അദ്ദേഹം പറഞ്ഞതാണ്. ആ സംഭവം ഇവിടെ ശക്തമായി ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണ്, തെളിഞ്ഞിരിക്കുകയാണ്. അത് ഇപ്പൊ ഒരുപക്ഷെ ആ കമ്മിറ്റിക്ക് കുറച്ചു കാലമായിട്ടൊന്ന് സൈലന്റ് ആവാനുള്ള കാരണം പോലും സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം ഓരോ വ്യക്തിയും ഓരോ മുതിർന്ന പൌരന്മാരായ ഓരോ വ്യക്തികളും ഒരു പത്രം ആയി മാറുന്ന ഒരവസ്ഥ ഉണ്ട്. അത് അതിൽ ശരിയുണ്ടാകാൻ തെറ്റുണ്ടാകും, എങ്കിലും അതിലെ ഒരുപാട് ശരികൾ തിരഞ്ഞെടുക്കാൻ സമൂഹത്തിന് അറിയാം. അതിന്റെ ഭാഗമായിട്ട് അതിനെ പേടിച്ചിട്ടാണ് ഇവരൊക്കെ മിണ്ടാതിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഇത് എനിക്ക്. ഏതായാലും ആ കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കമ്മിറ്റികളൊക്കെ പുറത്തു വരണം. ആരാണ് ഈ ഇങ്ങനത്തെ ഒരു നിഴൽ കമ്മിറ്റി? ഇവരൊക്കെ ഭരിക്കുന്നുണ്ട്, അത് അങ്ങനെ അറിയില്ല എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇതൊക്കെ. കാരണം എന്താണെന്നറിയോ, നമുക്ക് അനുഭവിക്കാത്ത കാലത്തോളം എല്ലാ കഥകളും നമുക്ക് കഥകളും കെട്ടുകഥകളും ഒക്കെയാണ്. ഇത് അതേ സമയത്ത് ഈ ഇതിലൂടെ യാത്ര ചെയ്ത് 51ഓളം സ്ത്രീകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ത്രീകൾ കൊടുത്ത മൊഴിയാണിത്. അപ്പൊ അതിനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. അതിനെ 101% വിശ്വാസത്തിലെടുക്കാം. റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പുരുഷന്മാർ ഇതിനെതിരെ ശബ്ദിച്ച പുരുഷന്മാർക്ക് അവസരം പോലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ഹരീഷ് പരാടി എപ്പോഴും അത്തരം രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്റെ അടുത്തേക്കൊക്കെ വരട്ടെ, അപ്പം കാണാം. നെഞ്ഞു വിരിച്ചുകൂടെ നിൽക്കുന്നുണ്ട്. എന്തിനത്? ഞാനൊന്നും അല്ലെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും നിർമ്മാതാവിന്റെ ഇത് കണ്ടിട്ടല്ല എന്റെ കഞ്ഞിക്ക് വെള്ളം വെക്കുന്നത്, അടുപ്പത്ത് വെള്ളം വെക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ പുറത്താക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ സിനിമ ഉണ്ടാക്കാൻ അറിയാം. നമ്മൾ ഇതേപോലെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾക്കാരെ ഇങ്ങോട്ട് സംഘടിപ്പിക്കും, അതിൽ വെച്ചൊരു സിനിമ ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. അതിനെ നേരിട്ട് വന്ന് തെരുവിന് നാടകം കളിച്ച് വന്നോനെ ഞാൻ. പിന്നെ നല്ല എന്നിട്ടപ്പൊ ഈ ഹോളിഡേന്റെ ഉള്ളിലേക്ക് കയറാൻ പോണ്. അത് യുവതാരങ്ങൾ പോലും ഇന്നലെ ഇപ്പൊ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവരോട് നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീക്കൊപ്പവും ആരോപണത്തിന് ഇരയാക്കപ്പെട്ടവരും പ്രതിയാകപ്പെട്ടവരുടെ ഒപ്പമാണ് താൻ നിൽക്കുന്നത് എന്നാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. ഒരു അടി കൊടുത്താൽ ഇതെല്ലാം മാറുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അടിയിൽ തീരുന്നതാണോ ഈ പ്രശ്നങ്ങളൊക്കെ? അതൊക്കെ എന്ന് പറഞ്ഞാല് യഥാർത്ഥ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന ജൽപ്പനങ്ങൾ മാത്രമാണ്. അതിനൊക്കെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. കാരണം രണ്ടു ഭാഗത്തും ഇങ്ങനെ കൂടെ നിൽക്കാന്നൊന്നുമല്ല. നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ആ ഓരോ വ്യക്തിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടൊന്നല്ല ആരും സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും സിനിമകളിലൊക്കെ സഹകരിക്കേണ്ടി വരും. പക്ഷെ അതേ സമയത്ത് സംഘടന എന്ന നിലയ്ക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായ തീരുമാനങ്ങളായിരിക്കണം. അത് സംഘടന എന്ന് പറയുന്ന സമൂഹത്തിന് ഉത്തരവാദിത്തമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. അത് താരങ്ങളുടെ സംഘടനയാണെങ്കിലും ശരി, അല്ലാത്ത സംഘടനയാണെങ്കിലും ശരി. അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് സമൂഹത്തോട് പറയാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അല്ലാതെ ഇത് പഠിക്കട്ടെ, ഞങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ട് പറയാം, അതൊക്കെ ഏറ്റവും വലിയ അശ്ലീലത്തരങ്ങളാണ്, വഷളത്തരങ്ങളാണ്. ഇതിനൊക്കെ നീ നട്ടല് നിവർത്തി അഡ്രസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ആ സംഘടനകളൊക്കെ നന്നാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സമൂഹത്തെ ഇനിയും ഫേസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് പുതിയ കുട്ടികൾ വന്ന് തൂക്കി പുറത്തേക്ക് ഇടും. അതുവരെ വെയിറ്റ് ചെയ്യണ്ട. അതിനു മുന്നേ ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യും, നേരിട്ട് നിന്ന് അഡ്രസ് ചെയ്യും. ഒരു കുറ്റക്കാരായി വരുന്നത് സർക്കാർ ഒരു തരത്തിൽ കുറ്റക്കാരാകുന്നു. ഇന്നിപ്പോൾ ഉമാ തോമസ് MLA പോലും പറഞ്ഞത് 4 വർഷക്കാലം ഇത് പൂഴ്ത്തിവെച്ചപ്പോൾ പുതുതായി സിനിമയിലെത്തിയ കുട്ടികൾ പോലും ഇത്തരം ചൂഷണത്തിന് വീണ്ടും ഇരയാക്കപ്പെടേണ്ട അവസ്ഥ വന്നു. ഈ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ കമ്മിറ്റി ഇത് പഠിച്ചതിന് ശേഷവും അതിനൊരു കാരണക്കാർ സർക്കാരല്ലേ എന്ന ചോദ്യം വരുന്നുണ്ട്. അതായത് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ പൂഴ്ത്തിവെക്കപ്പെടുമ്പോ ഇതൊക്കെ പൂഴ്ത്തിവെക്കാൻ ഞമ്മക്ക് ആളുണ്ടടാ എന്നുള്ളൊരു ധ്വനിയാണ് വരുന്നത്. നേരെ മറിച്ച് ഇതൊക്കെ പൂഴ്ത്തി വെക്കപ്പെടില്ല, ഇതൊക്കെ പുറത്തു വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൂടെ ആളുണ്ടടാ എന്ന് പറയാനുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ വരും. അത് അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയ്ക്ക് ധൈര്യം കൊടുക്കാനാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോഴേ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവുള്ളൂ. അല്ലാതെ നിങ്ങൾ ബാനറിന്റെ മുകളിൽ എഴുതി വെക്കുന്ന ഒരു ഇടതുപക്ഷം മാത്രമായിരിക്കുന്നത്. നവീകരണം എന്ന് പറഞ്ഞാൽ സർക്കാരാണ് നടപടികൾ എടുക്കേണ്ടത്. ഓരോരോ പിൻ പോയിന്റ് സ്കാനിംഗ് ആയിരിക്കണം ഉന്നയിച്ച വിഷയങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ട്. ഒരു കാര്യം, നേരത്തെ ഈ സിനിമാ മേഖലയിലെ ഈ ലഹരി ഉപയോഗത്തിനെതിരെ ഒരു റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ കടന്നില്ലേ? പിന്നീട് അത് സ്വിച്ചിട്ട് പോലെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. പല നടന്മാരും ഇതിനെ രംഗത്ത് വന്നിരുന്നു. അപ്പൊ ഇനി എന്താണ് ഇതിന്റെ ആക്ഷൻ വേണ്ടത്? ഇവിടെ സാധാരണ റോട്ടിലൂടെ നടന്നു പോകുന്നവന്റെ പോക്കറ്റിലിട്ടുള്ള കഞ്ചാവ് പൊതികൾ പിടിക്കുന്നുണ്ടല്ലോ.
പിന്നെ എന്താ ഒരു സിനിമാ ലൊക്കേഷനിൽ വന്ന് റെയ്ഡ് ചെയ്യാൻ എത്ര പേടി? ആരെയാണ് ഇവർ പേടിക്കുന്നത്? സർക്കാരിന്റെ കയ്യിലല്ലേ സംവിധാനം, പോലീസും എല്ലാം. വരണം, നിർമ്മാതാക്കളുടെ സംഘടനയൊന്നും അവർ സ്വാഗതം ചെയ്യുകയുള്ളൂ ചെയ്ത് നമ്മൾ കണ്ടതല്ലേ അടുത്ത കാലത്ത്. പക്ഷെ പിന്നീട് പല അത് വരണം, വന്ന് അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം, ജനങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തണം. അങ്ങനെ ലഹരിയിലാണോ സിനിമ നിർമ്മിക്കപ്പെടുന്നത് അറിയാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ടല്ലോ, അവരല്ലേ പൈസ കൊടുത്തത് കാണുന്നത്.